ഹായ് ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചെറിയൊരു ഡേ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റൂല. നമുക്ക് എന്താ പറയുക, വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അതായത് പോയിട്ട് വന്നിട്ട് നമുക്ക് ആ സാധനങ്ങളൊക്കെ പോയിട്ട് വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും കാണുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. നമ്മളെപ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ നേരത്തെ പോലെ നമുക്ക് വ്യൂസും അതുപോലെ തന്നെ ലൈക്കും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പോകുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. ഇതിപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ ആ ഒരു കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അൻവിമോൾ നല്ല ഉറക്കം, എൻ്റെ തോളിലുണ്ട്, അൻവിമോൾ ഉറങ്ങുകയാണ്. ഞാൻ സാധനങ്ങളെല്ലാം പറക്കിയിടുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല ഓഫറിനാണ് കേട്ടോ എല്ലാ സാധനങ്ങളും കിട്ടുന്നത്. എല്ലാ സാധനങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഓഫറിനാണ് കിട്ടുന്നത്. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ, കാണാൻ പറ്റുമല്ലോ. കണ്ടോ, എല്ലാം നല്ല വില കുറവിലാണ് നമുക്ക് ഈ ഒരു സാധനങ്ങളെല്ലാം ഇവിടെ ഉള്ളത്. അപ്പോഴത്തേനും നമ്മൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുക. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇതിപ്പോൾ ഇത് നല്ല ഓഫറിനാണുള്ളത്. നമ്മൾ 5 കിലോ സർഫ്ലക്സൊക്കെ നല്ല വിലക്കുറവിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്നതെല്ലാം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയുടേതുണ്ട്, നല്ല വിലക്കുറവിനുള്ളതുണ്ട്. അതായത് നല്ല, എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനവുമാണ്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വിലക്കുറവിലും നമുക്ക് ആ ഒരു സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അത് സത്യം പറഞ്ഞ ഒരു നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു. നമുക്ക് അത്യാവശ്യം വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് നമ്മൾ ഈ ഒരു സെക്ഷനിലാണ് പയർ എടുത്തത് കേട്ടോ. പയർ സെക്ഷനൊക്കെ ആയിരുന്നു ആ ഭാഗത്തിരിക്കുന്നത്. ഇതിവിടെ ഈ ഭാഗത്തിൽ നമ്മൾ പുട്ടുപൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നീട് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കിനും നമുക്ക് മറ്റേ എന്താ പറയുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേയില അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടുന്ന് തേയിലയായിരുന്നു കേട്ടോ എടുത്ത. തേയില അത് ഓഫറിനുള്ള തേയില. നമ്മൾ തേയില എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 കിലോ പഞ്ചസാര ഫ്രീ കിട്ടുന്ന. പിന്നെ മോൾക്ക് സ്നഗ്ഗി നോക്കണമായിരുന്നു, പക്ഷെ എന്താ ചെയ്യാൻ, അവിടെ അതിൻ്റെ ആ ഒരു ഇതില്ലായിരുന്നു, മോൾക്ക് പാകമായിട്ടുള്ള, അതായത് മോളുടെ സൈസ് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ അതൊന്നും വേറെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയുടെ സാധനങ്ങളാണ് ഈ ടേബിളിൻ്റെ മണ്ടേ എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം. അപ്പം അതിന് ശേഷം നമ്മുടെ സാധനങ്ങളെല്ലാം ഇത് 5 കിലോ പഞ്ചസാരയാണ് നല്ല ഓഫറിനാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം ദേ ഇവിടെ ഉണ്ട്. ഞാൻ അത് നോക്കുന്നിടത്ത്, അതായത് അവരെടുത്ത് വെക്കുന്നിടത്ത് നിൽക്കുക ചെയ്തത്. നമ്മൾ എന്താ പറയുക, ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇനി അതെല്ലാം നമുക്ക്, അതായത് സ്ഥലത്ത് ഇപ്പം തന്നെ അടുക്കി പറക്കി വെച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഇപ്പം തന്നെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളും കാര്യങ്ങളൊക്കെ പറക്കി അടുക്കി വെക്കാൻ പോകാൻ തുടങ്ങുകയാണ്. പിന്നെ അതുപോലെ തന്നെ രാവിലെ കുറച്ച് പാത്രം ഞാൻ കഴുകി വെച്ചിട്ട് പോയായിരുന്നു. ഇപ്പോൾ വീണ്ടും എന്താ പറയുക, കുറച്ച് പാത്രം കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. പിന്നെ അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതെല്ലാം അടുക്കി പറക്കാനുണ്ടായിരുന്നു. ഞാൻ രാവിലെ പോകുന്നതിന് മുന്നേ കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഞാൻ അടുക്കി പറക്കി വെച്ചു. അതിന് ശേഷം പിന്നീട് രണ്ടാമത് വന്ന പാത്രങ്ങളാണ് ഇതൊക്കെ. കുറച്ച് നമ്മൾ ചായ കുടിച്ച പാത്രവും, അപ്പം ചായ കുടിച്ച ഗ്ലാസും, അതും കുറച്ച് എന്താ പറയുക, കറിയിരുന്ന മീൻകറി ചട്ടിയും അതുപോലെ തന്നെ രസവും തോരനും ഒക്കെ ഇരുന്ന പാത്രമൊക്കെ ഉണ്ടായിരുന്നു. മോരായിരുന്നു. മോരൻ ചീത്തയാവുന്നതുകൊണ്ട് മോരിൻ്റെ പാത്രം നമ്മൾ എടുത്തിട്ടില്ല. ബാക്കി തോരൻ വെച്ചതും മീൻകറി വെച്ചതും മീൻ വറുത്തതും ഒക്കെ പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കാര്യമായപ്പോഴത്തേനും ഞാൻ എടുത്തിട്ട് കഴുകി പറക്കി വയ്ക്കുമായിരുന്നു ചെയ്തത്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇതിപ്പം രാവിലെ കഴിച്ചിട്ട് പോയ പാത്രം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഉച്ചയ്ക്ക് വന്നിട്ട് കഴിച്ച പാത്രം ഉണ്ടായിരുന്നു. വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരി പോലും കഴുകിയിടാൻ നോക്കിയത്. നമ്മൾ ഫുഡൊന്നും വെക്കാതെയായിരുന്നു പോയത്. രാവിലെ പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് വെയിൽ ഉറയ്ക്കുന്നതിന് മുന്നേ നമുക്ക് കടയിൽ പോകണമായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് കടയിലൊക്കെ പോയിട്ട് രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ആ ചോറ് കഴിച്ചിട്ടൊക്കെയായിരുന്നു ഞങ്ങൾ പോയത്. പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ ഉള്ളത് നമ്മൾ കഴുകി പറക്കി വെക്കുക ചെയ്തത്. പിന്നെ എന്താ പറയുക,
പിന്നെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ഈ പാത്രവും ഈ മീൻ കറിച്ചട്ടിയും കൂടെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. പിന്നെ ഒരു ഇരുമ്പേട്ടി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിവെന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ. പിന്നെ നമുക്ക് ഈ ഒരു ബേസ് കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാഷ് ബേസിനും എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. ഞാൻ പാലിൻ്റെ കവർ ഇപ്പോഴാണ് കണ്ടത്. ആ പാലിൻ്റെ കവറ് നമ്മൾ കഴുകി വെച്ചേക്കുവാണ്. നമ്മൾ എന്താ പറയുക, ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴുകി വെച്ചിങ്ങനെ ഉണങ്ങി കഴിയുമ്പോഴത്തേനും തിരിച്ച് നമ്മൾ ആ കവറിനകത്ത് കൊണ്ട് തരണം. ആ സമയം കൊണ്ട് ഏട്ടനും മോളും എൻ്റെ അടുത്ത് വന്നേ മോളെ ഏട്ടൻ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ അതിന് ശേഷം നമുക്ക് അരി കഴുകിയിടണമായിരുന്നു. അരി ഞാൻ കഴുകിയിട്ടില്ലായിരുന്നു, വെള്ളം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വെള്ളം നല്ല തിളച്ചു. അപ്പോഴത്തേനും നമ്മൾ അരി കുറച്ച്, നമുക്ക് രാത്രിത്തേക്കിന് വേണ്ടി മാത്രം മതിയല്ലോ ചോറ്, അപ്പോഴത്തേക്കിനും കുറച്ച് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ അരി എടുത്ത് 3-4 വെള്ളത്തിൽ നമ്മൾ കഴുകുകയാണ് ചെയ്തത്. അങ്ങനെ കഴുകിയതിന് ശേഷം ഞാൻ വെള്ളം അരി കൊണ്ടിട്ടപ്പോൾ നല്ല തിളച്ചിടക്കുമായിരുന്നു. അപ്പോൾ നമ്മളത് അരി അങ്ങോട്ടിട്ട് തീയെല്ലാം ഒന്ന് ഊതി കത്തിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ തീ കത്തിച്ച് കൊടുത്തു. ഞാൻ ഒരുപാട് തവണ ഊതി കേട്ടോ. ഊതി അവസാനമാണ് കത്തിയത്. കത്തി കഴിഞ്ഞപ്പോൾ 2 വിറകും കൂടി ഞാൻ എടുത്ത് മുകളിലേക്ക് തീയിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ തീ കത്തിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം അതായത് സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് പെട്ടികൾ, നമ്മൾ ഈ ഇട്ട് വെക്കുന്ന പെട്ടികളെല്ലാം ഞാൻ എടുത്ത് ബക്കറ്റ്, ഇതുപോലൊരു ബക്കറ്റും അതുപോലെ 2-3 പെട്ടികളിലൊക്കെ ഞാൻ എടുക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്നത്. അതായത് 2-3 കവർ വാങ്ങിച്ചതെല്ലാം ഞാൻ എടുത്ത് വെച്ചേക്കും. ബാക്കി പൊട്ടിച്ചിടാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ മുകളിലോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒത്തിരി സാധനങ്ങൾ പെട്ടിയിലെടുത്ത് വെക്കാനുണ്ടായിരുന്നു. ഇത് ഞാൻ കെട്ടി വെക്കുന്നത് മിച്ചറായിരുന്നു, തലേന്നത്തെ കുറച്ച് മിച്ചറായിരുന്നു. ആ മിച്ചർ കെട്ടി വെക്കുകയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം നമുക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഉപ്പും അതുപോലെ തന്നെ ഇപ്പം എടുക്കണ്ട എന്നുള്ളതൊക്കെ ഞാൻ ബക്കറ്റിനകത്തോട്ടാക്കി മാറ്റി വെക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്കിപ്പോൾ വേണമെന്ന് ഇപ്പോൾ എടുത്ത് പൊട്ടിച്ചിടാനുള്ളതെല്ലാം ഞാൻ എടുത്ത് മുകളിലോട്ട് മാറ്റി വെക്കുകയും ചെയ്തു. ഇതിപ്പോൾ ശർക്കരയായിരുന്നു. ഞാൻ 1/2 കിലോ ശർക്കരയായിരുന്നു പറഞ്ഞ ചേച്ചിയോട്. അപ്പോൾ ആ ചേച്ചി 1 കിലോ ശർക്കരയുടെ ഇതാണ് എനിക്ക് എടുത്ത് തന്നത്. സാരമില്ല. അപ്പോൾ നമ്മൾ ശർക്കരയും പിന്നെ ഇത് തട്ടിക്കുടയുന്നത് വേറെ പഞ്ചസാര, നമ്മൾ നേരത്തെ മേടിച്ച് വെച്ച പഞ്ചസാരയ്ക്കകത്ത് കുറച്ച് ഉറുമ്പ് കയറിയിരുന്നു. അതായിരുന്നു നമ്മൾ തട്ടി കുടഞ്ഞു വെച്ചാൽ. പിന്നെ അതിന് ശേഷം നമുക്ക് പോണിലേക്ക് ഇട്ട് വയ്ക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ അതെല്ലാം പോണിലേക്ക് ഇട്ട് വയ്ക്കുക ചെയ്തത്. ഇതിപ്പോൾ നമ്മുടെ പോണികളെല്ലാം, അതായത് നമ്മൾ ഇട്ട് വെക്കുന്ന ഡബ്ബകളെല്ലാം ഭയങ്കര എന്താ പറയുക, ഭയങ്കര പഴകി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി പുതിയ ഡപ്പ മീഷോയിൽ നിന്ന്, ഡപ്പയിലല്ലോ പോണി, ഡപ്പ സാധനങ്ങൾ ഇട്ട് വെക്കുന്ന ഡപ്പ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യണം. ഇതെല്ലാം കളറൊക്കെ പോയി ഒരുമാതിരി കളർ ഫീഡൊക്കെ ആയിരിക്കുക ചെയ്തത്. ഇതെല്ലാം ഇട്ടു. പയർ നമ്മൾ അരയെ മേടിച്ചുള്ളൂ. അപ്പോൾ അതെല്ലാം ഇടുകയാണ് ചെയ്തത്. അങ്ങനെ പയറും കാര്യങ്ങളുമൊക്കെ നമ്മൾ പൊട്ടിച്ചിടാനുള്ളതെല്ലാം നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. കാപ്പിപ്പൊടി തുടച്ച് വൃത്തിയാക്കി, അതായത് ഡപ്പ തുടച്ച് വൃത്തിയാക്കി അതിനകത്തേക്ക് ഇട്ടു. പിന്നെ അതിന് ശേഷം ഉലുവ, മറ്റു കാര്യങ്ങൾ, നമുക്ക് ഒത്തിരി സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. തുമരപ്പരിപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഒത്തിരി സാധനങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ അതായത് ഡപ്പയിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ടാറ്റാ ബൈ ബൈ, സീ യു.